തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് നിന്നും തൈക്കാട് മുസ്ലിം ഹോസ്റ്റലിലേക്ക് കട്ട് ചെയ്ത് കയറുന്ന ഒരു റോഡുണ്ട്. എംപിയപ്പൻ റോഡെന്നോ മറ്റോ ആണ് ആ റോഡിൻ്റെ പേര്. പ്രശസ്തരായ ആളുകൾ താമസിക്കുന്ന റോഡാണെങ്കിലും അതിൻ്റെ ബോർഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനുള്ളിലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. 1988 കാലഘട്ടത്തിൽ ഒട്ടും തിരക്കില്ലാത്തതായ ഒരു റോഡാണത് കേട്ടോ. കൊക്കെന്ന കഥാപാത്രത്തിൻ്റെ ഒറിജിനൽ പേര് ശോഭ മൈലക്കാട് എന്നാണ്. 5 ആങ്ങളമാരുടെ ഒരേ ഒരു സഹോദരി ആയതുകൊണ്ട് സഞ്ചിയിലിട്ട് വളർത്തി എന്ന് തന്നെ പറയുന്നതാവും ശരി. പുറം ലോകം കാണാൻ സമ്മതിച്ചിട്ടില്ല. വെളിയിലിറങ്ങിയാൽ നിവർന്നു നോക്കില്ല, ചിരിക്കില്ല. പേടിത്തൊണ്ടൻ കൊക്ക് എന്നാണ് ഞാൻ അവളെ വിളിച്ചിരുന്നത്. കുളവരമ്പത്ത് കൊക്ക് തല ഉയർത്തും പോലെ വല്ലപ്പോഴുമേ തല ഉയർത്തു. ഞണ്ടായ ഞാനാണെങ്കിലോ നേരെ തിരിച്ചും. ഇംഗ്ലീഷുകാർ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ചു പറയും പോലെ പല്ലുകൊണ്ട് ചിരിക്കുന്നവരെ എല്ലാം നോക്കി ചിരിക്കുന്ന പ്രകൃതവും. കൊക്കെപ്പോഴും ഞണ്ടിനെ ഉപദേശിക്കാറുണ്ട്, എല്ലാവരെയും നോക്കി ചിരിച്ചോ. ഏതെങ്കിലും അവൻ പിറകെ ഓടി വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഞണ്ടാകുന്ന ഞാൻ മറുപടി പറയും, അധ്യാപകനായ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടടി, നക്സലേറ്റുകാരി അജിതയെ പോലെ തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് വേണമെന്ന്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതരുതെന്നും ചെറുത്തു നിൽക്കാൻ പഠിക്കണം, എങ്കിലേ ജീവിത വിജയം നേടൂ എന്നും അച്ഛൻ പറഞ്ഞു തരാറുണ്ട്. എൻ്റെ തത്വങ്ങൾ അവൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാനില്ലാതെ അവൾ ഒരു ദിവസം പോലും ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോയില്ലായിരുന്നു. അന്നൊരു ദിവസം നമ്പൂതിരി സാറിൻ്റെ ക്ലാസ്. രാഷ്ട്രഭാഷ ചവച്ചരച്ച് വെള്ളം കുടിക്കും പോലെ തോന്നും. ആർക്കും ഒന്നും മനസ്സിലാകില്ല. എല്ലാവരും ശ്വാസം വിടാതെ ക്ലാസ്സിലിരിക്കും. അവസരോചിതമായി പെരുമാറാൻ PhD എടുത്ത ഞാൻ എല്ലാം എനിക്ക് മനസ്സിലായി എന്നുള്ള മട്ടിൽ സാറിനെ നോക്കി തലകുലുക്കും. സാറിനത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഗുളിക കഴിക്കാതെ ഉറക്കം തൂങ്ങുന്ന ഒരു ക്ലാസ്. തത്ത ഉരുവിടം പോലെ കാണാപ്പാടം പഠിച്ചു വന്ന നമുക്ക് സാറിൻ്റെ ക്ലാസ് കൂടം വെച്ച് പാറ പൊട്ടിക്കുന്ന പോലെ കടുപ്പം തോന്നും. നമ്പൂതിരി സാറിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമായിരുന്നു പ്ലാസ്റ്റിക് കവറിൻ്റെ കിലുകിലാ ശബ്ദം. അന്നത്തെ പ്ലാസ്റ്റിക് കവർ ഒട്ടും സോഫ്റ്റ് ആയിരുന്നില്ല കേട്ടോ. 3ാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്നത് ഞണ്ടെന്ന ഞാനും ഫിലോമിന എന്ന ശാസ്താംകോട്ടയിലുള്ള ലൈലയും മണിമല ഉണ്ണിമേരി, പിന്നെ മൈലക്കാട് കൊക്ക് എന്നിവരായിരുന്നു. എല്ലാം ഇരട്ടപ്പേരുകളാണ് കേട്ടോ. ഡെസ്കിൻ്റെ കീഴിൽ വെച്ച് പ്ലാസ്റ്റിക് കവർ കൈകൊണ്ട് ഞെവിടി ശബ്ദമുണ്ടാക്കി ഞാൻ കൊക്കിൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു. ഞണ്ട് കുറ്റം ചെയ്തെങ്കിലും പൊക്കിയതോ കൊക്കിനെ. ബാഹർ ജാവോ എന്നലറിക്കൊണ്ട് നമ്പൂതിരി സാർ കൊക്കിനെ പുറത്താക്കി. 1 മണിക്കൂർ കൊക്ക് പുറത്തു നിന്നിട്ടും ഞണ്ടിനെ ഒറ്റി കൊടുത്തില്ല. അതായിരുന്നു ഞങ്ങളുടെ ആത്മബന്ധം. 3 മണിയായപ്പോൾ ക്ലാസ് വിട്ടു. എംപിയപ്പൻ റോഡിലൂടെ ഞണ്ടും കൊക്കും നടന്നു നീങ്ങി. റോഡിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ആ റോഡിൽ വല്ലപ്പോഴുമൊക്കെ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊരു ഞരമ്പൻ എതിരെ വന്നതും പല്ലുകൊണ്ട് ചിരിക്കാതെ അവൻ്റെ ഗോപ്യമായ ഭാഗം കൊണ്ട് അവൻ ചിരിച്ചു. കൊക്ക് വിറയ്ക്കാൻ തുടങ്ങി. ഞണ്ടവിടെ കിടന്ന വലിയൊരു ഉരുളങ്കല്ല് പൊക്കിയെടുത്തതും ഞരമ്പനോടിയ ഓട്ടോ എൻ്റെ പടച്ചോനെ, പിന്നെ ജീവിതത്തിൽ അവൻ ആ വഴിക്ക് വന്നിട്ടില്ല. കൊക്ക് വിറയ്ക്കാൻ തുടങ്ങി. ഞണ്ട് പറഞ്ഞു, അവസരോചിതമായി ബുദ്ധി പ്രയോഗിക്കണം കേട്ടോ. നമ്മൾ പഠിച്ചിട്ടില്ലേ സമയോചിത ബുദ്ധിപ്രയോഗകരോ എന്ന സമവാക്യം. അന്ന് ഹോസ്റ്റലിലെത്തിയപ്പോൾ കൊക്കെന്നോട് പറഞ്ഞു, നീ ഇല്ലാതെ ഒരു പഠനം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അങ്ങനെ 2 വർഷം പിന്നിട്ടു. എക്സാം കഴിഞ്ഞു. അന്ന് രാത്രിയിൽ കൊക്കെന്നോട് ചോദിച്ചു, ഞണ്ടേ നീ എങ്ങനെയാണ് ഇങ്ങനെ കൊഴുത്തുരുണ്ട് ബോണ്ട പോലെ ഇരിക്കുന്നത്? ഞാൻ മറുപടി പറഞ്ഞു, മലതാങ്ങി എന്ന ഔഷധച്ചെടി മലനിരകളിൽ കാണും. അത് പിച്ചി അരച്ച് മൈദയിൽ കലക്കി നീ അങ്ങ് കുടിക്ക്. അപ്പോൾ എൻ്റെ കൂട്ട് നീ ഉരുളും. ഞാൻ പറയുന്നതെന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന എലുമ്പൻ കൊക്ക് മലതാങ്ങി എന്ന ഔഷധം അന്വേഷിച്ചു മൈലക്കാടിന് പോയി. പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ചിത്രത്തിലൂടെ ഞാൻ അവളെ കണ്ടു. കുളത്തിനരികിലൂടെ തൻ്റെ ഹൃദയവാൽവുകളിൽ അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടന്നിരുന്ന ഞണ്ടിനെ അന്വേഷിച്ച്. സഹൃദയരെ വിവാഹമെന്ന എലിപ്പെട്ടിക്കുള്ളിൽ അവളും ഒതുങ്ങിക്കൂടി. ഞണ്ടിൻ്റെ തത്വങ്ങളെ ഒന്നും ഉൾക്കൊണ്ടില്ല. കൊക്കിൻ്റെ പേടിയാണോ ജീവിതത്തിൽ വേണ്ടത്, ഞണ്ടിൻ്റെ ധൈര്യമാണോ എന്ന് നിങ്ങൾ പറയൂ. ഓക്കെ.